ഇനി നമ്മളെ റിപ്പോർട്ടർ അക്ഷയ ഉണ്ട്. മഞ്ചേരിയുടെ സ്വന്തം മുത്ത്. മഞ്ചേരിയുടെ മുത്ത് എവിടെയാണുള്ളത്? മൂന്നാം വേദിയിലാണുള്ളത്. മഞ്ചേരിയുടെ സ്വന്തം മുത്ത് എന്താ പറയുന്നത് രാവിലെ? സുഖം സൈഫു ജിൻസി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് വേദി 3-ലാണ്. കലോത്സവത്തിന്റെ ഏറ്റവും ജനപ്രിയ ഐറ്റമാണ് നാടകം എന്ന് പറയുന്നത്. നാടിന്റെ അകമാണ് നാടകം. ഇന്ന് ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരമാണ് വേദി 3 ടാഗോറിൽ നടക്കുന്നത്. ഇന്ന് 4 ക്ലസ്റ്ററുകളിലായിട്ടാണ് ഇവിടെ മത്സരം ഉണ്ടാവുക. അതിൽ 20ഓളം ടീമുകളാണ് സജ്ജമായിട്ട് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം 14 ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ എന്തായാലും മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. അതുകൂടാതെയാണ് മറ്റ് ടീമുകൾ കൂടെ വരുന്നത്. ഇനി അവസാന നിമിഷം എന്താണ് സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നാടകത്തിന്റെ കേസിൽ നമ്മൾ പല സമയങ്ങളിൽ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ലാസ്റ്റ് മിനിറ്റിലുള്ള അപ്പീലുകളും കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സമകാലികമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറുന്ന വേദിയാണ് നാടകത്തിന്റെ വേദി എന്ന് പറയുന്നത്. ടാഗോർ തിയേറ്ററിലാണ്. കഴിഞ്ഞ തവണയും അതിന്റെ മുന്നത്തെ തവണ കോഴിക്കോട് കലോത്സവം ഉണ്ടായിരുന്ന സമയത്തൊക്കെ തന്നെ തുറന്ന വേദികളിലായിരുന്നു നാടകങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. എന്നാൽ അതിന് വിപരീതമായി അല്ലെങ്കിൽ അതിന് മാറ്റം എന്നുള്ള രീതിയിൽ ഇത്തവണയും കഴിഞ്ഞ തവണയും അടച്ചിട്ടിട്ടുള്ള, അതായത് ഒരു അടച്ചിട്ട സ്ഥലങ്ങളിലാണ് നാടകം അവതരിപ്പിക്കുന്നത്. അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കാണികൾക്ക് സർവ്വസന്നാഹത്തോടു കൂടി തന്നെ ഇരുന്ന് കാണാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇന്ന് ഈ വേദിയിലുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ടീമുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. ഞാനിപ്പോ സംസാരിച്ച സമയത്ത് നമ്മുടെ ആലപ്പുഴ ടീമിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അവരിവിടെ എത്തിയിട്ടുണ്ട്. അവർ ഫസ്റ്റ് ക്ലസ്റ്ററിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ക്ലസ്റ്ററിൽ 2 ടീമുകളാണ് ഉണ്ടാവുക. അങ്ങനെ 4 ക്ലസ്റ്ററുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണ് വേദി 3-ലെ കാര്യങ്ങൾ.